മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 56-ാമത്തെ ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7-ാമത്തെ ശ്ലോകം. ഫണിവധൂജനദത്തമണിവ്രജജ്വലിതാരതുകൂലവിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗഥാ സ്വജനൈർദിവസാവധോ. കാളിയനോട് രമണകം എന്നുള്ളതായിട്ടുള്ള ആ ദ്വീപിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് ഭഗവാൻ പറഞ്ഞു. അതനുസരിച്ച് കാളിയനും മറ്റ് വധുക്കളും ബാക്കി പാമ്പുകളുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് കാളിന്തിയിൽ നിന്ന് രമണകത്തിലേക്ക്, സമുദ്രത്തിലേക്ക് പോയി രമണകത്തിലേക്ക് പോകാനായിട്ട് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ഭഗവാൻ തിരിച്ച് തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ടാണ് പറയണത്. ഫണിവധൂജന ദത്ത മണിവ്രജ ജ്വലിത ധാരദുകൂല വിഭൂഷിത. ഫണിവധൂക്കൾ, ഫണിയുടെ ഫണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണങ്ങളോട് കൂടിയത് ഫണി, കാളിയൻ. ആ കാളിയൻ്റെ വധൂജനങ്ങൾ, പത്നിമാർ, വധൂജനങ്ങളാൽ ദത്തമായ, നൽകപ്പെട്ടതായ മണിവ്രജ ജ്വലിതഹാര ദുകൂല വിഭൂഷിത. മണിവ്രജം, രത്നങ്ങൾ അനവധി. വ്രജം ച കൂട്ടം, രത്നങ്ങളുടെ സമൂഹം. ആ രത്നങ്ങളുടെ സമൂഹങ്ങൾ ചേർന്നതായിട്ടുള്ള ജ്വലിതം, അതുകൊണ്ട് ജ്വലിക്കുന്നതായിട്ടുള്ള ഹാര ദുകൂല വിഭൂഷിത. ഹാരങ്ങളും മുത്തുമാലകൾ, അനവധി മുത്തുമാലകളും ജ്വലിത ഹാര ദുകൂലം, പട്ടുവസ്ത്രങ്ങൾ, പട്ട്, ധാരാളം പട്ടും ഒക്കെ ഈ ഫണിവധുക്കൾ ഭഗവാന് സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ്. സന്തോഷമായിട്ട് തങ്ങളെ രക്ഷിച്ചതിലുള്ളതായ, തങ്ങളുടെ ഭർത്താവിനെ രക്ഷിച്ചതിലുള്ളതായ സന്തോഷത്തോടു കൂടി ആ കാളിയൻ്റെ പത്നിമാർ അദ്ദേഹത്തിന് ധാരാളം കൊടുത്തു. ആ രത്നങ്ങളും മാല്യങ്ങളും ഒക്കെ അണിഞ്ഞുകൊണ്ട് വിഭൂഷിത, അവയെക്കൊണ്ട് വിഭൂഷിതനായിട്ട്, അലങ്കരിക്കപ്പെട്ടവനായിട്ട്, തടഗതൈഹി പ്രമദാശ്രുവിമിശ്രിതൈഹി സമഗതാഹ, സമഗതാഹ ഒന്നിച്ചു ചേർന്നു, കൂട്ടത്തിൽ വന്നു ചേർന്നു. അതായത് കരയിലെ തീരത്ത്, യമുനാനദിയുടെ തീരത്ത് ബാക്കി പശുവന്മാരും അവരുടെ കുട്ടികളും പശുക്കളും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് നിശ്ചയില്ലാതെ കണ്ട് ആദ്യം പരിഭ്രമിച്ചു, പിന്നെ ആ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും സന്തോഷിച്ചു. അങ്ങനെ കാത്തു നിൽക്കാതായിട്ടുള്ള അവരുടെ കൂട്ടത്തിൽ എത്തി. സമഗതാഹ, അവരോട് കൂടി ഒന്നിച്ചു ചേർന്നു, അവരുടെ അടുത്തേക്ക് എത്തി എന്നാണ്. സുജനൈഹി, സമഗഥാ സ്വജനൈഹി, സുജനൈഹി സുജനങ്ങളോടുകൂടി. സുജനങ്ങളാണ് എല്ലാവരും, പശുക്കളും കുട്ടികളും ഗോപന്മാരും അവരുടെ പത്നിമാരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. വ്രജത്തിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നിശ്ചയില്ലാതെ കണ്ട് എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ചേർന്നു, അവരുടെ അടുത്തേക്ക് എത്തി എന്ന്. സമഗഥാ സ്വജനൈഹി ദിവസാവധൗ, ദിവസാവധൗ സന്ധ്യ, ഈ നേരം ദിവസത്തിൻ്റെ അവധി, ദിവസം അവസാനിച്ചു. ആ ദിവസാവധൗ രാത്രിയായ സമയത്ത് എല്ലാവരുടെയും അടുത്തേക്ക് അദ്ദേഹം ചെന്നു എന്നാണ്. അദ്ദേഹം അവരുടെ അടുത്തെത്തി. തടഗതൈഹി പ്രമദനി, എങ്ങനെയുള്ളവരാണ് ഈ സുജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു അപ്പോൾ എന്നുള്ളതാണ്. ആ തടഗതൈഹി പ്രമദാശ്രു വിമിശ്രിതൈഹി, തടഗതൈഹി തടത്തിലുള്ളതായ, യമുനാ തടത്തിലുള്ളതായ, അതിൻ്റെ തീരത്ത് ഉള്ളതായ, തടഗതൈഹി തടത്തിൽ നിൽക്കുന്നതായ, യമുനാതീരത്ത് നിൽക്കുന്നതായ, പ്രമദാശ്രു വിമിശ്രിതൈഹി, പ്രമദാശ്രു, പ്രമദം അത്യധികമായിട്ടുള്ള സന്തോഷം, ആ സന്തോഷാശ്രു, പ്രമദാശ്രു സന്തോഷാശ്രു, ആനന്ദാശ്രു,
ആ ആനന്ദാശ്രു കൊണ്ട് വിമിശ്രിതരായിട്ടുള്ള കഴുകപ്പെട്ടതായിട്ടുള്ള, അതായത് അത് മൂടി എന്നുള്ളതാണ്, ധാരാളം ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടിരുന്നു എല്ലാവരും. അങ്ങനെ ആ പ്രമദാശ്രു വിമിശ്രിതൈ, പ്രമദാശ്രു കൊണ്ട് മിശ്രിതരായിട്ടുള്ള ചേർന്നതായ, അതായത് ധാരാളം ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നതായിട്ടുള്ള തടകതൈഹി സ്വജനൈഹി, തടത്തിലുള്ളതായ തീരത്തുള്ളതായ സ്വജനങ്ങളോടുകൂടി ചേർന്നു. ഇപ്പോൾ ദിവസാവധിയിൽ സന്ധ്യയായ സമയത്ത്, ദിവസത്തിൻ്റെ അവധിയിൽ, ദിവസം അവസാനിച്ചപ്പോൾ അത്ര നേരം അവിടെ നിന്ന് ഈ കാളിയൻ്റെ മുകളിൽ നിന്ന് പത്തികളിൽ നിന്ന് നൃത്തം ചെയ്തു. അത് കഴിഞ്ഞ് ഈ പാമ്പുകളെ പത്നിമാർ, കാളിയൻ്റെ പത്നിമാരുടെ ആ സ്തുതികളെ കേട്ടിട്ട് സന്തോഷിച്ച് കാളിയനെ അവിടെ യാത്രയാക്കുന്നത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരെ സന്ധ്യയായി എന്നാണ്. അങ്ങനെ ദിവസത്തിൻ്റെ അവധിയിൽ തടകതൈഹി സ്വജനൈഹി സമഗതാഹ, തീരത്തുള്ളതായ സ്വജനങ്ങളോടുകൂടി ഒത്തുചേർന്നു, അവരോട് ചേർന്നു എന്ന്. പ്രമദാശ്രു മിശ്രിതൈഹി, പ്രമദാശ്രു സന്തോഷാശ്രു കൊണ്ട് മുങ്ങിയതായ കഴുകപ്പെട്ടതായ ആ സുജനങ്ങളോടുകൂടി അവരൊക്കെ ആനന്ദാശ്രു ഒഴിക്കുകയായിരുന്നു ഭഗവാൻ തിരിച്ചു വരുമ്പോൾ എന്നാണ്. അങ്ങനെ അവരോടുകൂടി ചേർന്നു എന്ന്. ഫണിവധൂജനദത്ത മണിവ്രജ ജ്വലിതഹാര ദൂലവിഭൂഷിത. ഫണിവധൂജനം, ഫണികളുടെ വധൂജനങ്ങൾ, പത്നിമാർ, ആ പത്നിമാരാൽ ദത്തമായ നൽകപ്പെട്ടതായ ദത്ത മണിവ്രജം, മണികളുടെ സമൂഹം, രത്നങ്ങളുടെ സമൂഹം, അതുപോലെ ആ സമൂഹങ്ങളെ കൊണ്ട് ജ്വലിക്കുന്നതായിട്ടുള്ള ശോഭിക്കുന്നതായ ഹാരദുകൂല വിഭൂഷിത, ഹാരങ്ങൾ, മുത്തുമാലകളും ദുകൂലങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞുകൊണ്ട്, വിഭൂഷിത അവയാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട്, അവയെക്കൊണ്ട് അണിഞ്ഞുകൊണ്ട്, തടകതൈഹി പ്രമദാശ്രു സന്തോഷാശ്രു ഒഴിക്കുന്നതായ, തടകതൈഹി തടത്തിലുള്ള തീരത്തിൽ നിൽക്കുന്നതായ, സുജനൈഹി സുജനങ്ങളോടുകൂടി, ദിവസാവധൗ സമഗതാഹ ദിവസാവധിയിൽ, ദിവസത്തിൻ്റെ അവസാനത്തിൽ അവരോടുകൂടി ചേർന്നു എന്ന്. ഇനി അടുത്ത ശ്ലോകം. നിശിപുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരരുന്ധ സമന്തതഃ. ഇനി രാത്രി തിരിച്ചു പോകാൻ വഴിയില്ലാണ്ട് ഈ രാത്രി നേരം സന്ധ്യ, ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ, ഈ കാട്ടിൽ കൂടെയാണല്ലോ ഇവർ യമുനാ നദിയുടെ തീരത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു പോകാൻ വഴി ഇല്ലാണ്ട് ഈ സന്ധ്യ ആയതുകൊണ്ട് അന്ന് ഈ ടോർച്ചൊന്നുമില്ല. ഏതായാലും അവർക്ക് തിരിച്ചു പോകാൻ കാട്ടിലേക്ക്, വ്രജത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതുകൊണ്ട്, അമ്പാടിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് വഴി അറിയാത്തത് കൊണ്ട്, വഴി കിട്ടാത്തത് കൊണ്ട്, വെളിച്ചം ചെയ്യാത്തത് കൊണ്ട് അവരവിടെ തന്നെ കിടന്നു എന്നാണ്. എല്ലാവരും ആ യമുനാ തീരത്ത് തന്നെ കിടന്നു. രാത്രി കഴിഞ്ഞ് വെളിച്ചമായിട്ട് പോവാം എന്ന് തീർച്ചയാക്കി അവിടെ തന്നെ എല്ലാവരും കൂടി കിടന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നിശി രാത്രിയായപ്പോൾ, അതായത് ദിവസാവധിയിലാണെന്ന് പറഞ്ഞുള്ളൂ തിരിച്ചു വന്നത്. അപ്പോൾ ആ നിശി രാത്രിയിൽ പുനഃ വീണ്ടും, അതായത് അത് കഴിഞ്ഞ് അവരൊക്കെ തിരിച്ചറിഞ്ഞ് ഒന്നിച്ചു കൂടിയതിന് ശേഷം പുനഃ വീണ്ടും അനന്തരം നിശി രാത്രിയിൽ തമസ്സുകൊണ്ട്, തമസ് ഇരുട്ട് മൂലം, ഇരുട്ട് തമസ തൃതീയ, ഇരുട്ട് മൂലം വ്രജമന്ദിരം വ്രജത്തിലെ മന്ദിരങ്ങളിലേക്ക്, അമ്പാടിയിലെ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് വ്രജിതും പോകുവാൻ, വ്രജമന്ദിരത്തിലേക്ക്, ആ അമ്പാടിയിലെ സ്വഗൃഹങ്ങളിലേക്ക്, വ്രജം എന്ന് വെച്ചാൽ അമ്പാടി, വ്രജമന്ദിരം വ്രജത്തിലുള്ളതായ മന്ദിരങ്ങൾ, ഗൃഹങ്ങൾ, അമ്പാടിയിലുള്ളതായ താന്താങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് വ്രജിതും പോകുവാൻ. അക്ഷമ ഏവ ജനോത്കരേ, അക്ഷമേ ഏവ എന്നാണ് പദം കുറിക്കുമ്പോൾ. അക്ഷമേ ഏവ ജനോത്കരേ, ജനസമൂഹം എല്ലാവരും
കൂട്ടുകാരൊക്കെ ഗോപന്മാരും ഗോപിമാരും ഒക്കെ വന്നിട്ടുണ്ട് ഈ ഇവിടേക്ക് യമുനയിലേക്ക്. അപ്പം അങ്ങനെ ആ ജനോത്കരേ, ഉത്കരം സമൂഹം, ജനോത്കരേ ജനസമൂഹം, ആ ഗോപസമൂഹം എല്ലാവരും അക്ഷമേ ഏവ അക്ഷമന്മാരായി തീർന്നപ്പോൾ, ശക്തിയില്ലാത്തവരായി തീർന്നപ്പോൾ, തമസ് കൊണ്ട് ഇരുട്ടുകൊണ്ട് ഗോപന്മാർക്ക് തിരിച്ച് അമ്പാടിയിലേക്ക് പോകുവാനായിട്ട് കഴിവില്ലാണ്ടേ തീർന്നു ഇരുട്ടുകൊണ്ട് എന്നാണ്. അക്ഷമേ ഏവ ജനോത്കരം ജനസമൂഹം, അക്ഷമേ ഏവ അക്ഷമന്മാരായി തീർന്നപ്പോൾ, കഴിവില്ലാത്ത ശക്തരല്ലാതായി തീർന്നപ്പോൾ, സ്വപതി തത്ര ഭവച്ചരണാശ്രയേ, എന്തുണ്ടായത്? തത്ര അവിടെ തന്നെ, ആ യമുനാതീരത്ത് തന്നെ, മണൽത്തിട്ടയിൽ തന്നെ, സ്വപതി തത്ര സ്വാപം ചെയ്യുന്നതായ അവസരത്തിൽ, ഉറങ്ങുന്നതായിട്ടുള്ള അവസരത്തിൽ, സ്വപൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ, അതിൻ്റെ സപ്തമിയാണ് സ്വപതി, ഉറങ്ങുന്നതായ അവസരത്തിൽ, തത്ര ഭവച്ചരണാശ്രയേ, എങ്ങനെയാണ്? ഭഗവാന്റെ ചരണത്തെ ആശ്രയിച്ചുകൊണ്ടാണ്, അപകടമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതായിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് അങ്ങയുടെ ഭഗവാന്റെ ചരണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങുകയായതായ അവസരത്തിൽ, എന്താണ് ഭഗവാന്റെ ചരണങ്ങളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ബോധമായി, ഇനി ഭഗവാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഒരു അപകടവും പറ്റില്ല. ഇപ്പം ഈ കാളിയൻ്റെ വിഷം കലർന്നതായിട്ടുള്ള ആ ജലം കുരിച്ചിട്ട് അതിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചു, ആ കാളിയനെ തന്നെ അവിടുന്ന് പറഞ്ഞയച്ചു. ഇങ്ങനെ എന്ന് മാത്രമല്ല, അനവധി കാര്യങ്ങളായി മുമ്പേ കാണുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് നല്ല വിശ്വാസമായി, ഇനി ഭഗവാന്റെ അടുത്താവുമ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നുള്ളതായിട്ടുള്ള വിശ്വാസത്തോടു കൂടി അവരൊക്കെ അവിടെ കിടന്നുറങ്ങി. ക്ഷീണാവുകയും ചെയ്തു, ആകെ മനസ്സിനും ക്ലേശിച്ചുല്ലോ, വല്ലാണ്ട ക്ലേശിച്ചു മനസ്സ്. അത് കഴിഞ്ഞ് സന്തോഷമായിച്ചാലും ആ മനസ്സിന് നല്ല ക്ലേശം എല്ലാവർക്കും ഉണ്ടായി. അധികം സന്തോഷം ഉണ്ടാകുമ്പോഴും ക്ഷീണം വേഗം ഉണ്ടാവും. ഏതായാലും തിരിച്ചു പോകാനായിട്ട് വയ്യ തോന്നി എല്ലാവരും അവിടെ കിടന്നു. ഇങ്ങനെ കിടന്നുറങ്ങിയതായ അവസരത്തിൽ, സ്വപതി സ്വാപത്തെ പ്രാപിച്ചതായ അവസരത്തിൽ, ഉറങ്ങുന്നതായ അവസരത്തിൽ, ദവകൃശാനുരരുന്ധ സമന്തത ചുറ്റും, ദവകൃശാനു, ദവം എന്ന് വെച്ചാൽ കാട്, ദവകൃശാനു തീയ്, അഗ്നി, കാട്ടുതീയ്, ദവകൃശാനുഹു കാട്ടുതീയ്, ദവത്തിലെ കൃശാനു, ദവം കാട്, കാട്ടിലെ കൃശാനുഹു അഗ്നി, ആ കാട്ടുതീയ്, അത് അരുന്ധത സമന്തത, അരുന്ധ തടഞ്ഞു, രോധനത്തെ ചെയ്തു. എല്ലാവരുടെയും ചുറ്റും വന്ന് അവരുടെ ചുറ്റും കാട്ടുതീ പരന്നു എന്നാണ്. സമന്തത, നാലുപാടും കാട്ടുതീ അങ്ങോട്ട് പെട്ടെന്ന് വ്യാപിച്ചു. ഇവർ കിടന്നുറങ്ങുന്നതായിട്ടുള്ള സമയത്തിൽ നാലുപാടും കാട്ടുതീയ് വന്നു എന്ന് ആണ്. അങ്ങനെ ആ കാട്ടുതീ അങ്ങോട്ട് വന്നതായിട്ടുള്ള അവസരത്തിൽ, അരുന്ധ സമന്തത, ചുറ്റും കാട്ടുതീയെ വന്ന് പകർന്നു എന്നാണ്. നിശി രാത്രിയിൽ, അനന്തരം നിശി രാത്രിയിൽ, തമസ്സുകൊണ്ട്, ഇരുട്ടുകൊണ്ട്, തമസാ വ്രജമന്ദിരം വ്രജിതും, വ്രജമന്ദിരത്തിലേക്ക്, അമ്പാടിയിലെ ഗൃഹങ്ങളിലേക്ക് വ്രജിതും പോകുവാനായി, അക്ഷമേ ഏവ ജനോത്കരേ, അക്ഷമരായിട്ടുള്ള ആ ശക്തിയില്ലാത്തതായി തീർന്ന ആ ജനസമൂഹം, അമ്പാടിയിലെ പശുപ സമൂഹം, തത്ര അവിടെ ആ യമുനാ തീരത്ത് തന്നെ, ഭവച്ചരണാശ്രയേ, അങ്ങയുടെ ചരണങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, സ്വപതി സ്വാപത്തെ പ്രാപിച്ചതായ അവസരത്തിൽ, ഉറങ്ങിയതായ അവസരത്തിൽ, സമന്തത ചുറ്റും, ദവകൃശാനു അരുന്ധ, ദവകൃശാനു കാട്ടുതീയ്, കൃശാനു തീയ്, ദവം കാട്, കാട്ടുതീ, ദവകൃശാനു കാട്ടുതീയ്, അരുന്ധ തടഞ്ഞു. ചുറ്റും വന്ന് ആലുവർത്തും കാട്ടുതീ വന്നു നിറഞ്ഞു എന്നാണ്. കാട്ടുതീ വന്നതായിട്ടുള്ള അങ്ങനെ കാട്ടുതീൻ്റെ ഉള്ളിൽ പെട്ടുവര് എന്നാണ്. രണ്ട് ശ്ലോകം ഒന്നുകൂടി ചില ഭണിവധൂജനരക്തമണിവ്രജ്വലിതഹാരദുകൂലവിഭൂഷിത തടഗതൈ പ്രമദശ്രുവിമിശ്രിതൈ സമഗതാ സ്വജനൈർദിവസാവധൗ. കൃഷ്ണാർപ്പണം.
മലയാള പരിഭാഷ. മണിമയോജ്വലഹാരവിഭൂഷകൾ ഉരകപത്നികളെ ഏകിയതിട്ടു നീ മുദിത ബാഷ്പമൊടക്കര നിന്നിടും സ്വജനസീമനി വന്നിതു സന്ധ്യയിൽ. നിശിപുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതിതത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരയുന്ധ സാന്തതഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തവ പദംബുജസേവകരാം വ്രജർ ഇരുളിലെ ഗമനത്തെ ഭയന്നതാൽ അവിടെ ആറിനടുത്തു ശയിച്ചുപോൽ ഉടനെ അഗ്നി പടർന്നിതു കാട്ടിലും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.